കേരളത്തിലെ കോൺഗ്രസിന്റെ പടത്തലവൻ കോട്ടയത്ത് പാർട്ടി ചലിക്കുന്നത് പോലും അദ്ദേഹത്തിന് ചുറ്റും. ദേശീയ തലത്തിൽ പാർട്ടിയിൽ എല്ലാവർക്കും പ്രിയങ്കരനും പകരം വയ്ക്കാനാവാത്ത നേതാവും അതാണ് കുഞ്ഞുൻ എന്ന ഉമ്മൻചാണ്ടി. കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ എന്തു നടക്കണമെന്നുള്ളത് ഉമ്മൻചാണ്ടി എന്ന തന്ത്രശാലിയുടെ തീരുമാനമാണ്. വലിയ യുദ്ധങ്ങൾക്കൊടുവിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ചാഴിക്കാടന് കോട്ടയം സീറ്റ് നൽകിയതിനു പിന്നിലും ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടലുകളുണ്ട്. കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ കോട്ടയത്ത് അങ്ങനെ ചാഴിക്കാടൻ വിജയപ്രതീക്ഷയിലാണ്. അതേ ആത്മവിശ്വാസത്തിൽ രാവിലെ തന്നെ ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്താനെത്തി. പുതുപ്പള്ളി സെന്റ് ഗ്രിഗോറിയസ് സ്കൂളിലാണ് കുടുംബസമേതം ഉമ്മൻചാണ്ടി എത്തിയത്. വോട്ടിംഗ് യന്ത്രത്തെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന പരാതികൾ ഗൗരവത്തിലെടുക്കണമെന്നും വോട്ട് ചെയ്ത ശേഷം AICC ജനറൽ സെക്രട്ടറി കൂടിയായ ഉമ്മൻചാണ്ടി പറഞ്ഞു. കോവളത്തെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ കണ്ടെത്തിയെന്ന പരാതി ശരിയാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചേർത്തലയിലും കോവളത്തേതിന് സമാനമായ പരാതി ഉയർന്നിട്ടുണ്ട്. ചേർത്തലയിൽ ഇടതുമുന്നണി പരാതി നൽകിയിട്ടുണ്ടെന്നും ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടി. അവിടെ മാറുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ആഴ്ച കുറേ നാളുകളായിട്ട് കുറിച്ചുള്ള ഒരു വിശ്വസനീയത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രതിപക്ഷ കക്ഷികളോട് കൂടി പഴയ സിസ്റ്റത്തിലേക്ക് ബാലറ്റ് പേപ്പറിലേക്ക് കയറണം എന്ന് ആവശ്യപ്പെട്ടത്. നിശ്ചയമായും ഈ തിരഞ്ഞെടുപ്പിലെ ഇതുപോലുള്ള അനുഭവങ്ങൾ അങ്ങനെ ഒരു ചിന്താഗതി കൂടുതൽ ആക്കം കൂട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. കുറെ കാലമായി വോട്ടിംഗ് മെഷീനെ കുറിച്ച് പരാതി ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. വോട്ടർമാർ ഇതിൽ ജാഗ്രത പാലിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. വോട്ട് ചെയ്ത ശേഷം തോമസ് ചാഴിക്കാടനെ അദ്ദേഹം കാണുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ UDF വൻ വിജയം നേടുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകളും ജനദ്രോഹ നയങ്ങളും തുറന്നുകാട്ടാൻ UDFന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയം തുറന്നു കാട്ടാൻ UDFന് സാധിച്ചു. സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ഗവൺമെൻറ് അവരുടെ ഭരണകൂടത്തിന് എണ്ണിപ്പോയി അതിനുവേണ്ടി വോട്ട് കൊടുക്കാൻ. പക്ഷേ നരേന്ദ്രമോദിക്കോ BJPക്കോ ഭരണ നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റും കോട്ടയത്ത് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഉമ്മൻചാണ്ടി എത്തിയത്. വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.